എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താ ഇരുട്ടത്ത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വള്ളംകളിയൊക്കെ കഴിഞ്ഞ് ചില്ലി ചിക്കനും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് രാത്രി വീട്ടിലോട്ട് വരുമല്ലായിരുന്നു. ആ സെയിം വീഡിയോ ആണ് കേട്ടോ. അന്ന് രാത്രി ഏട്ടനും ഞാനും മൺട്രോത്തുരുത്ത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ പിറ്റേ ദിവസത്തെ പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണ്ണീറ്റു എന്ന് പറഞ്ഞാൽ രാവിലെ അങ്ങ് എണ്ണീറ്റൊന്നുമില്ല, വീട്ടിലായതുകൊണ്ട് കുറച്ച് താമസിച്ചൊക്കെ എണ്ണീറ്റാൽ പോരെ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അമ്മ വീട്ടിലില്ലായിരുന്നു, കാരണം അമ്മയ്ക്ക് വായിക്കാൻ പോകണമായിരുന്നു. വൃശ്ചിക മാസം ആയതുകൊണ്ട് അമ്മയ്ക്ക് 41 ദിവസവും കഴിഞ്ഞ മാസം വായന ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ എടുത്തൊരു വ്ളോഗും അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെയാണിത് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് അച്ഛന് ബോട്ടിങ് ഉണ്ടായതുകൊണ്ട് അച്ഛനും പോയി, അമ്മയ്ക്ക് വായന ഉണ്ടായതുകൊണ്ട് അമ്മയും പോയി. അപ്പോൾ ഏട്ടൻ രാവിലെ എണീറ്റിട്ടും ഇല്ല. അപ്പം ഞാൻ വെളിയിറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് മുഖവും തിരുമ്മിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദാ ഈ സാധനം തട്ടാനാണ്. അപ്പോൾ ഇന്നലെ അമ്മ വന്നപ്പം മേടിച്ചിട്ട് വന്നിട്ടുള്ളതായിരുന്നു ഈ ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ രാവിലെ നോക്കിയപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ രാവിലെ അമ്പലത്തിൽ വായിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടാണ് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെന്തോ ഒരു മിക്സഡ് ഫ്രൂട്ടും മാംഗോയും ഒക്കെ ഉള്ള ലാസയുടെ ഒരു ഐസ്ക്രീം ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് ഞാൻ ഇതുവരെ ഈ മാംഗോയുടെ ഫാമിലി പാക്ക് ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ടില്ല. കാരണം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു ഫ്ലേവറാണ് ഈ മാംഗോ ഐസ്ക്രീം എന്ന് പറയുന്നത്. പക്ഷേ ഇത് കൊള്ളായിരുന്നു. ലാസ്റ്റയുടെ ഒരു പ്രീമിയം ഗോൾഡ് എന്തോ സംഭവം എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മൈൽഡ് സ്വീറ്റൊക്കെ ഉള്ള വെച്ചാൽ ഐസ്ക്രീമിൻ്റെ ഒരു ഓവർ മധുരമൊന്നുമില്ല, അതൊരു കുഞ്ഞു മധുരമുള്ളൊരു ഐസ്ക്രീമായിരുന്നു. അപ്പോൾ രാവിലെ അതങ്ങ് കഴിക്കാമെന്ന് കരുതി. നിങ്ങൾ ആലോചിക്കണം, ഞാൻ പല്ല് തേച്ചിട്ട് ചായ കുടിച്ചിട്ടില്ല, കാപ്പി കുടിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഞാൻ ഫസ്റ്റ് ഇരുന്ന് ഈ ഐസ്ക്രീമൊക്കെ തിന്നിങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആലോചിക്കുന്നുണ്ട് ഇനി എന്താണ് എനിക്ക് പരിപാടി. കാരണം രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കുക്കിംഗ് ഉണ്ട്, കാരണം അമ്മ രാവിലെ വായിക്കാൻ പോകുന്നുണ്ട്, നോൺ വെജ് ഒന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ എനിക്ക് കുറച്ച് മീൻ കറിയോ മീൻ വറുത്തതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഞാൻ കരുതി ഇങ്ങനെ പുറത്തുലാത്തിക്കൊണ്ടിരുന്നപ്പോൾ ജനലെല്ലാം ഫുൾ അഴുക്ക്. കാരണം പണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പം എൻ്റെ ഒരു ഡ്യൂട്ടിയാണെന്ത് ഈ വീട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഈ ചെടി നടുക, ഇതൊക്കെ എൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ഈ ജനലെല്ലാം പൊടി പിടിച്ച് ഭയങ്കര, ഇതിപ്പോൾ ഞാൻ കുറച്ച് തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് ഓർത്തപ്പോഴാണ് ഞാനിത് എടുത്തു വെച്ചത്. നിറച്ച് ചിലന്തിവലയുടെ കൂടും എല്ലാം ആയിട്ട് ഇങ്ങനെ വൃത്തികേടായിട്ടിരുന്നേ. അപ്പം ഞാൻ ഈ പൊടിയൊക്കെ ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് കരുതി. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി. പണ്ട് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഓണമോ അല്ലെങ്കിൽ ക്രിസ്മസോ വള്ളംകളിയോ ഒക്കെ വരുമ്പം എൻ്റെ പരിപാടി തന്നെ ആയിരുന്നു മെയിനായിട്ട് ഈ ഒരു തുടപ്പും തൂപ്പും ഒക്കെ. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് ഈ രണ്ട് സാധനങ്ങൾ ഞാൻ വരുന്നേ വെയിറ്റ് ചെയ്തിരിക്കുവാണോ എന്ന്. ഒന്ന് തുടച്ചൊക്കെ ഇട്ടൂടെ, ഞാൻ വരുമല്ലേ, എന്നെ ഒരു വിരുന്നുകാരിയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് തുടയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് കുക്കിംഗ് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം ക്യാരറ്റ് തോരനൊക്കെ വെക്കാൻ ആർക്കാ അറിയാത്ത. അപ്പോൾ കുറച്ച് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ അമ്മയ്ക്ക് വായിക്കാൻ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകുമ്പോൾ നോൺ വെജ് ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അമ്മയ്ക്കൂടെ നിന്ന് കരുതി കുറച്ച് മാങ്ങാച്ചാറിട്ടു. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ടായിരുന്നു, നമ്മുടെ ചൂര. മീൻകറി വേണ്ടായിരുന്നു, സാമ്പാർ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് മീനും വറുത്തു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ലഞ്ച്. ഇനി ഞാൻ ഞങ്ങളുടെ ചോറ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു, ഇതെല്ലാം കൂട്ടിയാണ് ഞങ്ങൾ ചോറ് കഴിച്ചത്. ക്യാരറ്റ് തോരൻ, മീൻ വറുത്തത്, മാങ്ങാച്ചാറ്. ഇത് തലേന്നത്തെ കപ്പയാണ് കേട്ടോ, ഞാൻ ഇത് ഉച്ചയ്ക്കൊന്നും വേവിച്ചില്ല, അത് തന്നെ. പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. ഇത്രയും കൂട്ടിയാണ് ഞങ്ങൾ ചോറ് കഴിച്ചത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയൊരു കുളിയൊക്കെ പാസ്സാക്കി. അയ്യോ, കുളിച്ചിട്ട് ഞാൻ അമ്മയുടെ നൈറ്റിയൊക്കെ എടുത്തിട്ട് കേട്ടോ, വേറെ ഡ്രസ്സൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. എന്തായാലും അമ്മ വരുമ്പോൾ ഓടിക്കത്തില്ലായിരിക്കും. അപ്പം നമ്മൾ ടി വിയിൽ നമ്മുടെ സിനിമ അടപ്പുണ്ടായിരുന്നു. സിനിമ ഏതായിരുന്നു? RRR, അത് തന്നെ, രാംചരണൊക്കെ അഭിനയിച്ചേ അത്. ആ സിനിമ കണ്ടുകൊണ്ട് ഞാനും എൻ്റെ ഏട്ടായിയും കൂടെ ചോറ് കഴിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചാൽ ഉടനെ എനിക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മധുരം എന്ന് പറയുന്നത് നമ്മുടെ ലാസ ഐസ്ക്രീം. അത് തന്നെ, ആ രാവിലെ കഴിച്ചുകൊണ്ടിരുന്ന സാധനം. അത് ഞാൻ ഇത്രയാക്കിയിട്ടുണ്ട്. വല്ല കരിക്കും കാണുമായിരുന്നെങ്കിൽ ഞാൻ അത് ഫുള്ള് തീർത്തേനെ കേട്ടോ. ഏട്ടൻ മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു അമ്മയെ കൊണ്ട് ഈ മാംഗോ ഐസ്ക്രീം മേടിപ്പിച്ച. അതെന്തായാലും ഞാൻ പിന്നെ കൊടുക്കാതിന് പണി. അങ്ങനെ ഞാൻ അകത്ത് ചില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ എനിക്കൊരു പണി തന്നെ. അപ്പോൾ ഇത് കടയിലേക്ക് തൈരോ മോരോ ഒക്കെ ആക്കാനുള്ള പശുവും പാല് കാച്ചാൻ വെച്ചതാണ്. അത് നോക്കിക്കോണം നിന്നെ ഏൽപ്പിച്ച്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞൊരു 3-4 തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ചു തരാൻ പറഞ്ഞ് അതും കൊണ്ട് ഞാൻ കുറച്ച് ഇടിച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഏട്ടൻ എനിക്ക് തേങ്ങയൊക്കെ തിരുമ്മി തന്ന് സഹായിച്ചു കേട്ടോ.
അപ്പോൾ ആ തേങ്ങയൊക്കെ വെച്ച് ഞാൻ ഇടിച്ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതെനിക്ക് കൊണ്ടുപോകാനൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മയ്ക്ക് വായനയാണ്, അപ്പം നോൺ വെജ് ഒന്നും കഴിക്കില്ല എന്ന്. അപ്പോൾ പുള്ളിക്കാരിക്ക് രാവിലെ കുറച്ച് തോരനൊക്കെ ഉണ്ടാക്കിയ ഈ ഇടിച്ചമ്മന്തി ഈ മച്ചാറ് കൂട്ടി ചോറും ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഇടിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സ്വന്തം വീട്ടിൽ വന്നാൽ ഉറക്കവും തീറ്റയും മാത്രമുള്ളൂ. ചുമ്മാ അത് വെറുതെ പണിയെടുത്ത് പണ്ടാരം തുടങ്ങും നമ്മൾ. അപ്പം തന്നെ നമ്മൾ ഇടിച്ചമന്തിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് മുളക് പൊടി സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് പുളി ഉപ്പൊക്കെ ഇട്ടതാണ് നല്ലപോലെ നമ്മൾ ഇടിച്ചമന്തി എല്ലാം പരുവാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മാങ്ങാച്ചാറിൻ്റെ ഇടിച്ചമന്തിയുടെ ചൂടൊക്കെ പോയപ്പോൾ ഞാനത് നല്ലപോലെ ഡപ്പയിലൊക്കെ ഇട്ട് അടച്ചു വെച്ചു. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് അപ്പോൾ ഇടിച്ചമന്തിയൊക്കെ ഈ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞൊക്കെ ഒരു സ്കില്ല് തന്നെ കേട്ടോ. എൻ്റെ ഒരു കഴിവേ, സമ്മതിക്കണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് തേങ്ങ അടത്തിയത് കുറച്ചുണ്ട്, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ്. അപ്പോൾ എന്തായാലും അച്ഛൻ നിർബന്ധിച്ചല്ലേ, ഞാനൊരു ചാക്കിനകത്ത് കുറച്ച് എടുത്തോളാൻ പറഞ്ഞ്. അപ്പോൾ അച്ഛൻ അതൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്തേന്ന് ചോദിച്ചാൽ ഏട്ടൻ അമ്മയെ വിളിക്കാൻ അങ്ങോട്ട് പോയി. കാരണം അമ്മ വീട്ടിൽ നിന്നൊരു 1.5 കിലോമീറ്റർ കാണുമായിരിക്കും അമ്മയുടെ അമ്മ വായിക്കുന്ന അമ്പലത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഏട്ടനുണ്ടല്ലോ, അപ്പോൾ പോയി ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ്. അപ്പോൾ അതാണ്ട് അമ്മയും കൊണ്ട് ഏട്ടനും വന്നു. അമ്മ വന്നപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മ വന്നപ്പം പഴംപൊരി ഉണ്ടായിരുന്നു, ഉഴുന്നോടെ ഉണ്ടായിരുന്നു, നെയ്യപ്പം ഉണ്ടായിരുന്നു. അമ്മ അവിടെ ഇവിടെയൊക്കെ പറക്കി വെച്ച് തിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഒന്ന് തിന്നാൻ പറഞ്ഞു, കാരണം അമ്മ വന്നേല്ലോ ഉള്ളു. അങ്ങനെ ഞാൻ അമ്മയുടെ കൊടുത്തിട്ട് അമ്മ തിന്നാൻ പറഞ്ഞു. എന്നിട്ട് ബാക്കിയെല്ലാം ഞാനിങ്ങനെ പാക്ക് ചെയ്തെടുത്തു. അങ്ങനെ ഇടിച്ചമ്മന്തി അച്ചാറൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോവാണ്. 2 ദിവസം വീട്ടിൽ നിന്നിട്ട് പോകുമ്പോഴൊക്കെ ഭയങ്കര സങ്കടമാണേ. ഞാൻ പോകുന്ന വഴിയൊക്കെ കരയും ചിലപ്പോൾ. എന്തിനാണെന്നറിയത്തില്ല. അപ്പോൾ ഒരിക്കലും ഞാൻ ഹാപ്പി തന്നെ, അവിടെ ഒരിക്കലും കുഴപ്പമില്ല. എന്നാലും എനിക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പം അങ്ങനെ അച്ഛനും അമ്മയ്ക്കൊക്കെ ടാറ്റ പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ കയറി ചേച്ചിയും കൂടെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. ചേച്ചിക്കും കുറച്ച് ഇടിച്ചമ്മന്തിയൊക്കെ കൊണ്ടു കൊടുത്തായിരുന്നു. അങ്ങനെ മണ്ഡലത്തിന് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ഒരിക്കൽ പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വള്ളംകളിയും അത് കഴിഞ്ഞുള്ള ദിവസത്തെയും വിശേഷങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യണം, മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.